ഉക്രൈനിലേക്ക് അത്യാധുനിക പേട്രിയറ്റ് PSC-3 ഇന്റർസെപ്റ്റർ മിസൈലുകൾ രഹസ്യമായി കൈമാറിയെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ പോളണ്ടിൽ അതിശക്തമായ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് വിപുലമായ ഒരു കൗണ്ടർ ഇന്റലിജൻസ് അന്വേഷണത്തിന് പോളണ്ട് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലെ രാഷ്ട്രീയ അണികളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. പോളണ്ടിലെ നിലവിലെ പ്രതിരോധ മന്ത്രിയായ വ്ളാഡിസ്ലാവ് കോസ്നിയാനിക് കാമിഷ് ഈ മിസൈൽ കൈമാറ്റ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാറ്റോയുടെ സഖ്യകക്ഷികളിൽ നിന്നുള്ള പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് ഈ അത്യാധുനിക മിസൈലുകൾ ഉക്രൈനിലേക്ക് അയച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും ഈ തന്ത്രപ്രധാനമായ സൈനിക നീക്കത്തിനങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ച് വളരെ ഗൗരവമേറിയ അന്വേഷണം നടത്താൻ അദ്ദേഹം സുരക്ഷാ ഏജൻസികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിശദീകരണം അനുസരിച്ച് റഷ്യയുടെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈനെ സഹായിക്കുക എന്നത് നാറ്റോ സഖ്യത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. തങ്ങളുടെ അയൽരാജ്യത്തിന്റെ സുരക്ഷ പോളണ്ടിന്റെ സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒന്നായതിനാലാണ് ഇത്തരമൊരു അടിയന്തര നടപടി സ്വീകരിക്കേണ്ടി വന്നത്. അതേസമയം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യമായി ഇത്തരം തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വിദേശത്തേക്ക് കടത്തിയത് രാജ്യദ്രോഹപരമായ നടപടിയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. പോളണ്ടിന്റെ സ്വന്തം ആകാശത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ മിസൈലുകളുടെ എണ്ണത്തിൽ ഈ കൈമാറ്റത്തിലൂടെ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വാദം. പാർലമെന്റിൽ കൃത്യമായി ചർച്ചയോ അനുമതിയോ കൂടാതെ ഇത്തരം വലിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവരങ്ങൾ ചോർന്ന വഴി കണ്ടെത്തുക എന്നത് നിലവിൽ പോളണ്ടിലെ സുരക്ഷാ ഏജൻസികൾക്ക് വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സൈന്യത്തിനകത്തോ അതോ ഭരണകൂടത്തിന്റെ ഉയർന്ന തലങ്ങളിലോ ഉള്ള ആരെങ്കിലുമാണോ ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്കോ മറ്റ് ഏജൻസികൾക്കോ കൈമാറിയതെന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നത് മുതൽ പോളണ്ടിലെ പൊതുസമൂഹത്തിലും വലിയ ചർച്ചയ്ക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഉക്രൈനെ സഹായിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ സ്വന്തം അതിർത്തികളുടെ സുരക്ഷയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും അരുതെന്ന് മറ്റൊരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പേട്രിയറ്റ് മിസൈലുകൾ പോലുള്ള ആയുധങ്ങൾ രാജ്യത്തിന് എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റഷ്യൻ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായാണ് പേട്രിയറ്റ് PSC-3 കാണുന്നത്. ഇത്തരം മിസൈലുകൾ ഉക്രൈനിലേക്ക് കൈമാറിയത് വഴി പോളണ്ടിന്റെ പ്രതിരോധ കവചത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ടാകാമെന്ന ഭീതി സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലും പടർന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വിവാദം പോളണ്ടിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഭരണ പ്രതിപക്ഷത ഭിന്നത വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം ഒരു പ്രധാന ആയുധമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ വീഴ്ച ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടാൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നാറ്റോ സഖ്യവുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തുന്നതിനും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഈ തീരുമാനം അനിവാര്യമായിരുന്നുവെന്നാണ് ഭരണപക്ഷം ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഉക്രൈൻ വീണാൽ അടുത്ത ലക്ഷ്യം പോളണ്ട് ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വിവാദം അന്താരാഷ്ട്ര തലത്തിലും പ്രത്യേകിച്ച് നാറ്റോ സഖ്യത്തിനുള്ളിലും വലിയ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. മറ്റു നാറ്റോ രാജ്യങ്ങളും ഇത്തരത്തിൽ ഉക്രൈന് രഹസ്യമായി ആയുധങ്ങൾ നൽകുന്നുണ്ടോ എന്ന ചോദ്യം ഇതോടെ സജീവമായിരിക്കുകയാണ്. പോളണ്ടിലുണ്ടായ ഈ വിവരച്ചോർച്ച മറ്റ് സഖ്യകക്ഷികൾക്കിടയിലും തങ്ങളുടെ സുരക്ഷാ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. വിവരങ്ങൾ ചോർത്തിയവരെ കണ്ടെത്താനുള്ള കൗണ്ടർ ഇന്റലിജൻസ് അന്വേഷണം അതീവ രഹസ്യമായാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സംശയമുള്ള പല ഉദ്യോഗസ്ഥരെയും ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ചോർച്ച തങ്ങളുടെ ഭരണ സംവിധാനത്തിന്റെ പരാജയമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് വലിയ തിരിച്ചടിയാണ്. സുരക്ഷാ ഏജൻസികളുടെ മേലുള്ള വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് ഭരണകൂടത്തിന് ഇപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. ഈ മിസൈൽ വിവാദം പോളണ്ടിന്റെ പ്രതിരോധ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.
ഇനി മുതൽ വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന സൈനിക സഹായങ്ങളിൽ കൂടുതൽ സുതാര്യത പുലർത്താൻ പാർലമെന്റിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടാകും. ഏതായാലും വാർസോയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. ഈ അത്യാധുനിക മിസൈലുകളുടെ കൈമാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കൗണ്ടർ ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളും വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതോടെ വിവാദം കൂടുതൽ വഷളാക്കാനാണ് സാധ്യത. പോളണ്ട് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നും തങ്ങളുടെ വ്യോമ പ്രതിരോധം എങ്ങനെ സുരക്ഷിതമാക്കുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.